ബജറ്റിനെ ചൊല്ലി തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. നഗരസഭാ കൌൺസിൽ യോഗം LDF ബഹിഷ്കരിച്ചു. ബജറ്റിൽ പൊരുത്തക്കേടുണ്ടെന്നും അവതരിപ്പിച്ചത് തെറ്റായ കണക്കുകളാണെന്നുമാണ് ആരോപണം. അതിനിടെ മുൻ DGP R ശ്രീലേഖയ്ക്കെതിരായ പോക്സോ കേസ് ഉന്നയിക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് UDF അംഗങ്ങളും ചർച്ച ബഹിഷ്കരിച്ചു. സുനിഷ അയലൂരിന്റെ വിവരങ്ങൾ നൽകാൻ. സുനിഷ, വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന്. അതെ ശ്രുതി, വലിയ പ്രതിഷേധം. അങ്ങനെ കൗൺസിൽ ചേരാതെ തന്നെ LDF അംഗങ്ങളും ഒപ്പം തന്നെ UDF അംഗങ്ങളും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്ന് ഈ കൗൺസിൽ യോഗത്തിൽ കണ്ടത് എന്നുള്ളതാണ്. ബജറ്റ് കഴിഞ്ഞ് ബജറ്റിന്മേലുള്ള ചർച്ചയായിരുന്നു ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും LDF അംഗങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ബജറ്റിൽ കാണിച്ചിരിക്കുന്ന കണക്കുകളൊന്നും ശരിയല്ല എന്നുള്ളതായിരുന്നു. ബജറ്റിൽ 2000 വീടുകൾ വെച്ചു കൊടുക്കുമെന്നുള്ളതാണ് BJP പറഞ്ഞിരുന്നത്. എന്നാൽ 2000 വീടുകൾ വെച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പണമോ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. അത്തരത്തിൽ അടിസ്ഥാനരഹിതമായ റീലുകൾ നിർമ്മിക്കാൻ മാത്രം ഉതകുന്ന തരത്തിലുള്ള ബജറ്റ് പ്രഖ്യാപനമാണ് നടന്നത് എന്നുള്ളതായിരുന്നു. അങ്ങനെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു LDF ഇന്ന് ഈ കൗൺസിൽ യോഗത്തിൽ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പ്രതികരിച്ചിരുന്നത്. പിന്നാലെ തന്നെ NDA അംഗങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നു. അങ്ങനെ ഇരു കൂട്ടരും തമ്മിൽ ബഹളമുണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഡെപ്യൂട്ടി മേയർ കൂടി ഇന്ന് സ്ഥലത്ത് ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്തത് കൂടി ഇതിനൊരു കാരണമായിരുന്നു. ഡെപ്യൂട്ടി മേയർ ഇത്തരത്തിലൊരു ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാത്തതിന് ചൊല്ലിയും LDF വലിയ രീതിയിൽ ബഹളം വെക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നാലെ തന്നെ ഈ LDF അംഗങ്ങൾ ഈ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് രാവിലെ തന്നെ കണ്ടത്. അതൊരു വലിയ പ്രതിഷേധത്തിന് കാരണമായി എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ UDF അംഗങ്ങൾ ഈ കൗൺസിൽ യോഗം ചേരുന്ന സമയത്ത് തന്നെ പറഞ്ഞത് R ശ്രീലേഖയ്ക്കെതിരെ പോക്സോ കേസ് അടക്കം എടുത്തൊരു പശ്ചാത്തലത്തിൽ R ശ്രീലേഖ ഈ കൗൺസിൽ യോഗത്തിൽ വരുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു UDF അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ആ വിഷയം ചർച്ച ചെയ്യാനോ അതിന്മേലൊരു സംവാദത്തിനോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ തയ്യാറായില്ല BJP അംഗങ്ങൾ എന്നുള്ളതാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ UDF അംഗങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്തു മേയർ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDF അംഗങ്ങളും ഈ കൗൺസിൽ യോഗത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ LDF അംഗങ്ങളും UDF അംഗങ്ങളും ഇന്ന് ഈ കൗൺസിൽ യോഗത്തിൽ ചേർന്നില്ല. അത്തരത്തിൽ BJP അംഗങ്ങൾ മാത്രമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നത്. ബജറ്റിന്മേലുള്ള ബജറ്റ് പൊള്ളയാണ്, ബജറ്റിലുള്ള കണക്കുകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് R ശ്രീലേഖയുടെ വിഷയം ചൊല്ലിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ളതായിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ കൗൺസിൽ യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമെന്നതാണ് LDF അംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. യോഗത്തിൽ അടക്കം ബഹളമുണ്ടാകാറുണ്ടായത്. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള.